അർധകടി ചക്രാസനം. അതും നല്ലൊരു വാമപ്പ് സ്ട്രെച്ചാണ്, ഒരു ആസന കൂടിയാണ്. ഇത് ചെയ്യുന്നത് വഴി നമ്മളുടെ വലത്തോട്ട് ചെരുകയും ഇടത്തോട്ട് നമ്മൾ ബെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുവഴി നമ്മുടെ വലതുവശം മുഴുവൻ ആക്റ്റീവ് ആവുന്നു. അതുപോലെ ഇടത്തോട്ട് ചെറിയുമ്പോൾ ഇടതുവശം മുഴുവൻ ആക്റ്റീവ് ആക്കാൻ ഇത് സഹായിക്കുന്നു. എസ്പെഷ്യലി ഓൺ യുവർ ഹിപ്പ് റീജിയൻ, ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ട്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കാലുകൾ ചേർത്ത് വെക്കാം. ഇരു കാൽപാദങ്ങൾക്കിടയിൽ ഒരു കാൽപാദം അകലം, അതായത് 1 feet ഗ്യാപ്പ് ബിറ്റ്വീൻ യുവർ ബോത്ത് ഫീറ്റ്. ഇനി മെല്ലെ ശ്വാസഗതിക്ക് അനുസരിച്ച് വലത് കൈ ഉയർത്തിക്കൊണ്ടുവരാം. വളരെ പതുക്കെ ഇടത് കൈ അയഞ്ഞ് തന്നെ ഇരിക്കട്ടെ. മേക്ക് ഷുവർ യുവർ ഹിപ്പ് സ്ട്രെയിറ്റ്. നിങ്ങളുടെ ഇടുപ്പ് നേരെയാണെന്ന് ശ്രദ്ധിക്കുക. ശരീരം മുഴുവനും നിവർത്തി വയ്ക്കാം. നേരെ ഇരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കാം. സ്ട്രെച്ച് യുവർ ഫുൾ ബോഡി അപ്പ്. ശ്വാസം വിടുമ്പോൾ മെല്ലെ നിങ്ങളുടെ നോട്ടം വലതുഭാഗത്തേക്ക്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇടത് കൈ അയഞ്ഞിരിക്കട്ടെ. ആൻഡ് ഫീൽ ദ സ്ട്രെച്ച്. മേക്ക് ഷുവർ നിങ്ങളുടെ കൈ പൂർണ്ണമായും നിവർത്തി വെക്കാൻ, വലത് കൈ നിവർത്തി വെക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വെയിറ്റ് മുഴുവൻ ഇരു കാൽപാദങ്ങളിലും ഈവൺ ആയിട്ട് കൊടുക്കുക. പൂർണ്ണമായും വിശ്രമിക്കാം. ഫീൽ ദ സ്ട്രെച്ച്. നിങ്ങളുടെ വലത് ഭാഗം മുഴുവനായും വലിഞ്ഞു മുറുകുന്നത്. യു ക്യാൻ ഫീൽ ദ സ്ട്രെച്ച്. ദീർഘശ്വാസമാകത്തേക്ക് എടുത്ത് വിട്ടുകൊണ്ടേയിരിക്കാം. ഇടത് കൈക്ക് പൂർണ്ണ വിശ്രാന്തി. ഇടത് ഭാഗം വിശ്രമിക്കട്ടെ. ഓക്കെ, മെല്ലെ പതുക്കെ ശ്വാസം എടുത്ത് വീണ്ടും തിരികെ വരാം. ഉണ്ടാവുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. വലത് കൈ പതിയെ പതിയെ വശങ്ങളിലൂടെ കൈ കമഴ്ത്തി താഴേക്ക്. കൈയിലേക്ക് ഒഴുകിയെത്തുന്ന രക്തപ്രവാഹം ശ്രദ്ധിക്കാം. ആൻഡ് റിലാക്സ്. റിപ്പീറ്റ് ദ സെയിം ഓൺ യുവർ ലെഫ്റ്റ്. ഇത് തന്നെ ഇടതുഭാഗത്തും ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. ശ്വാസമെടുത്ത് ഇടത് കൈ മുകളിലേക്ക്. വളരെ പതുക്കെ കൈകൾ ഉയർത്തിക്കൊണ്ടുവരാം. കൈ ഉയർത്തുമ്പോൾ കൈകൾ മലർന്നിരിക്കട്ടെ. ഒരിക്കൽ കൂടെ വീണ്ടും ശ്വാസമെടുത്ത് ശരീരം മുഴുവൻ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. ശ്വാസം വിട്ട് മെല്ലെ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വലതു ഭാഗത്തേക്ക് സ്ട്രെച്ച് ചെയ്യാം. മുട്ട് നിവർന്നിരിക്കട്ടെ. വലതു ഭാഗം പൂർണ്ണമായും അയഞ്ഞിരിക്കട്ടെ. ആൻഡ് ആക്ടിവേറ്റ് യുവർ ലെഫ്റ്റ് സൈഡ്. ഇടത് ഭാഗം ആക്റ്റീവ് ആക്കി വെക്കാം. ഫീൽ ദ സ്ട്രെച്ച്. ശ്വാസം എടുത്ത് വിടുന്തോറും കൂടുതൽ കൂടുതൽ വലതു ഭാഗത്തേക്ക് ചരിഞ്ഞു കൊടുക്കാവുന്നത്. ആർച്ച് യുവർ സ്പൈൻ. നട്ടെല്ലിലുണ്ടാവുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. ഇടുപ്പ്, കഴുത്ത്, കൈകൾ അല്പനേരം ഹോൾഡ് ചെയ്യാം. ശ്വാസം ഹോൾഡ് ചെയ്യില്ല, ആസനയിൽ ഹോൾഡ് ചെയ്യാം. ശ്വാസഗതി പൂർണ്ണമായും അകത്തേക്ക്, മെല്ലെ മെല്ലെ പുറത്തേക്ക്. പതിയെ വീണ്ടും തിരികെ വരാം. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ. ഇരുവശങ്ങളിലൂടെ കൈ താഴേക്ക്. കാലകത്തി വയ്ക്കാം. കണ്ണുകൾ അടച്ച് വിശ്രമിക്കും. ഇരുവശങ്ങളിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. അർധകടി ചക്രാസനം.